മെക്സവൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടതാണ്. മലപ്പുറത്ത് തുടങ്ങിയ 2012 തുടങ്ങിയ ഒരു വ്യായാമ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ ഇപ്പോൾ വലിയ നൂറുകണക്കിന് ശാഖകളുള്ള വലിയ ഒരു നെറ്റ്വർക്കായി മാറിയിട്ടുണ്ട്. ആളുകളുടെ ആരോഗ്യ സംരക്ഷണം എന്നതിനെ മുൻനിർത്തിക്കൊണ്ടൊരു വിരമിച്ച പാരാമിലിറ്ററി ഉദ്യോഗസ്ഥൻ തുടങ്ങിയ ഒന്നാണ്. ഇപ്പോൾ അതേ ചൊല്ലിയൊരു വലിയ വിവാദം ഉണ്ടായിരിക്കുന്നു. നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ രൂപമായി അത് മാറുകയാണ്. അവരതിനകത്ത് നുഴഞ്ഞു കയറിയിരിക്കുന്നു, അവരതിലെ പ്രധാനികളായി മാറിയിരിക്കുന്നു. അതെങ്ങനെ ഒരു പ്രച്ഛന്ന വേഷത്തിൽ പ്രവർത്തിക്കുകയാണ് എന്നിട്ടുള്ള ആരോപണം ഉയർന്നു വരുന്നു. CPIM ആണ് ആദ്യം ആരോപണം ഉന്നയിക്കുന്നത്, പിന്നെ അത് പലരും ഏറ്റെടുക്കുന്നത് കാണുന്നു. ഇപ്പോൾ NIA അന്വേഷണം തുടങ്ങുന്ന മറ്റുള്ള വാർത്തകളൊക്കെ കേരളത്തിൽ അതിനെക്കുറിച്ച് സജീവമായിട്ടുണ്ട് താനും. സത്യത്തിൽ എന്നാൽ ഈ വ്യായാമ കൂട്ടായ്മയുടെ സംഘാടകർ ഒരു ഓപ്പൺ ബുക്ക് എന്ന നിലയ്ക്ക് അവരുടെ പ്ലാൻ എന്താണ്, എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത്, ആരൊക്കെയാണ് അതുള്ളതെന്ന് തുറന്നു വയ്ക്കുന്നു. ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും അവർ വെൽക്കം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് മേലൊരു തീവ്രവാദത്തിൻ്റെ ദുരൂഹതയുടെ പട്ടം ചാർത്തി കൊടുക്കാൻ എന്തുമാത്രം ഇൻപുട്സ് ഉണ്ട്, അല്ലെങ്കിൽ അത് എന്തുമാത്രം ശരിയാണ് എന്നതിനെക്കുറിച്ച് സംസാരിക്കാനായിരിക്കും നമ്മൾ അവസാനം. ദിവസം എന്താണ് തോന്നുന്നത്? വ്യായാമ കൂട്ടായ്മ PFIക്കാർ നുഴഞ്ഞു കയറിയിരിക്കുകയാണ്, ഞങ്ങളത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്ന് മറ്റുള്ള P. മോഹനാണ് ആദ്യം പ്രസംഗിച്ചതാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം അത് ഇപ്പോൾ വലിയ ചർച്ചയായി മാറുന്നു. എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ്റെ ബഹളമൊക്കെ ഇപ്പോൾ കേൾക്കുന്നു തോന്നുന്നു. P. മോഹൻ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 1.5 മാസം മുമ്പാണ് ഇതേക്കുറിച്ച് പ്രസംഗിക്കുന്നത്. അദ്ദേഹം അവരുടെ പാർട്ടിയുടെ എന്തോ സമ്മേളനത്തിൽ നടത്തുന്ന പ്രസംഗമാണ്, ഞാൻ ഇതേക്കുറിച്ച് റിസർച്ച് നടത്തി എന്നാണ് പറയുന്നത്. റിസർച്ച് നടത്തിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് അതിൻ്റെ പിറകിൽ, പിന്നെ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് MEC7 എന്ന് പറയുന്നത് MEC7 മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ 7 എക്സസൈസുകളുടെ ഒരു കോമ്പിനേഷനാണ്. 7 എക്സസൈസുകൾ 3 മിനിറ്റ് വീതം നടത്തി 23 മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു പരിപാടിയാണ്. ഞാനിത് ശ്രദ്ധിക്കുന്നത് വെച്ചാൽ എൻ്റെ വീട്ടിനടുത്ത് ഇത് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു മാസത്തിലെ മേലെയായി. അവിടെ ഒരു ടർഫുണ്ട്, ഫുട്ബോൾ ടർഫുണ്ട്. അപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ 5-5:30 സമയത്താണ് ഒരിക്കൽ വണ്ടി എടുത്ത് പോകുമ്പോഴാണ് റോഡിൽ കൂടെ നിറയെ സ്ത്രീകളിങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അവിടെ ഈ പരിപാടി ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ അവിടെ എല്ലാ ദിവസവും അതിരാവിലെ ആളുകൾ വരും. അതിന് 100 കണക്കിന് ആളുകളാണ് വരുന്നത്. അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. അതുകൂടെ നമ്മൾ കാണും. അവർ ഓപ്പൺ ടർഫാണ്, അവിടെ നിന്ന് എക്സസൈസ് ചെയ്ത് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അത് ഒരെണ്ണം ഉണ്ടായിരുന്നത് 3 മാറിയിട്ടുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വേറെയും വന്നിട്ടുണ്ട്. അന്വേഷിച്ച് നോക്കുമ്പോൾ ആ പ്രദേശങ്ങൾ ഒരു ചെറിയൊരു ലൊക്കാലിറ്റി തന്നെ 10-15ഓളം സ്ഥലങ്ങളിലായിട്ട് ഇത് ഇപ്പം വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതിന് നിഷാദ് പറഞ്ഞാൽ നമ്മളിത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഓരോന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഈ പറയുന്ന കൊണ്ടോട്ടിയുള്ള ഒരു BSF എന്നോ മറ്റോ റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം 2012 തുടങ്ങിയതാണ്. തുടങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് ആളുകൾ അത് ട്രെയിൻ ചെയ്യും, അവരവരുടെ പ്രദേശങ്ങളിൽ പോയിട്ട് നടപ്പിലാക്കും. അവിടുത്തെ ആളുകൾ അവിടെ നിന്ന് ട്രെയിനേഴ്സിനുണ്ടാക്കും, അവർ വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് അങ്ങനെയാണ് ഇത് പടരുന്നത്. ഇതിന് പ്രത്യേകിച്ച് രജിസ്ട്രേഷനോ ഫീസോ അംഗത്വോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നിഷാദിനിപ്പോൾ പോകണമെന്ന് തോന്നിയാൽ പോകാം, 20 ശ്വാസം പിടിക്കുകയും വലിക്കുകയും ഈ ആദ്യ പരിപാടികളൊക്കെ ചെയ്ത് തിരിച്ചു പോരാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതേക്കുറിച്ച് ഞാൻ ഇതേക്കുറിച്ച് റിസർച്ച് നടത്തിയെന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ച് നടത്താൻ മാത്രം ഗൗരവമുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം റോഡ് സൈഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിയാണ്, പോപ്പുലർ ഫണ്ടാണ്. അത് വലിയ വിവാദമാകുന്നു. ഇപ്പോൾ നാഷണൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞു. നാഷണൽ മീഡിയ അർണബ് ഗോസ്വാമിക്ക് അത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് NIA അന്വേഷണം വരും. അപ്പോൾ ഇതിൽ കാണേണ്ട ഒരു കാര്യം ഇതാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഒഴികെ ബാക്കി ഏതാണ്ട് ആ കാര്യങ്ങളുടെ പിറകിലും ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം എന്ത് കടന്നാലും അദ്ദേഹം ആദ്യം പറയുന്ന പിറകിൽ ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. അതൊരു തരം ഒരു CPMകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിസ്റ്റീരിയ ബാധയായിട്ട് മാറിയിട്ടുണ്ട്. എന്തിനെക്കുറിച്ചും, അത് കരിമണൽ സമരമാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഹൈവേ സമരമാണെങ്കിലും എക്സസൈസ് ആണെങ്കിലും എന്ത് നടന്നാലും പിറകിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറയുക. അപ്പോൾ ഇവിടെ ഇന്നലെ ഞാൻ ഒരു ചാനലിൽ ഇതേക്കുറിച്ച് ചർച്ച നടക്കുകയാണ്. ഭീകരവാദത്തിൻ്റെ പുതിയ യുദ്ധമുറ എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ഒരു വലതുപക്ഷ ചാനലാണ്. അപ്പോൾ അതിലെ ആങ്കർ RSSൻ്റെ പ്രതിനിധി, ഇടതുപക്ഷ സഹയാത്രികനുള്ള ആൾ, ഇവരെല്ലാം ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മഹാഭീകര പ്രസ്ഥാനം മലബാറിൽ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ആങ്കർ ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യം, ഇതിൽ കൂടുതൽ ഏത് സമുദായക്കാരാണ് എന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ ഏത് സമുദായം വെച്ചാൽ ഇത് മുസ്ലിങ്ങളാണ് കൂടുതൽ എന്നുള്ളതാണ് അവർക്ക് പറഞ്ഞു വരുത്തേണ്ടത്. അത് വസ്തുപരമായി ശരിയാണ്. കാരണം മലപ്പുറത്താണ് തുടങ്ങിയത്, കോഴിക്കോട് മലബാർ പ്രദേശങ്ങളാണ് ഇത് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവിടെ മുസ്ലിങ്ങളുടെ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങൾ കൂടുതലായി ഇടപഴകുന്ന ഒരു കാര്യം,
അത് പ്രശ്നമാണ്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ ഇസ്ലാമോഫോബിയെക്കുറിച്ച് UN ഐക്യരാഷ്ട്രസഭയുടെ വെബ്സൈറ്റിൽ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അവർ പറയുന്നത് ഇസ്ലാമും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതോ പെർസീവ് ടു ബി മുസ്ലിം, പെർസീവ് ടു ബി ഇസ്ലാമികമെന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനോടൊക്കെ ഉണ്ടാകുന്ന ഭയവും വെറുപ്പും ഈ പ്രിജുഡൈസും വിവേചനവും, ഇതാണ് ഇസ്ലാമോഫോബിയ എന്നാണ് ഐക്യരാഷ്ട്രസഭ. അപ്പോൾ ഈ പെർസീവ് ടു ബി മുസ്ലിം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതാണ് ഷവർമ്മയോടുള്ള ദേഷ്യം, കുഴിമന്തിയോടുള്ള ഈ സാംസ്കാരിക വിക്ഷുബ്ധത എന്നാണ്, തദ്ദേശീയ ഭക്ഷണങ്ങളില്ലാതാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുഴിമന്തിക്കെതിരെ സാംസ്കാരിക പ്രബന്ധങ്ങളുണ്ടാകും. എന്നുവെച്ചാൽ കുഴിമന്തി എന്തോ ഒരു മുസ്ലിം സാധനമാണെന്നുള്ള, അതാണ് ഈ പെർസീവ് ടു ബി മുസ്ലിം എന്ന് പറയുന്നത്. അതേമാതിരി ഈ എക്സസൈസ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം പരിപാടിയാണ് എന്നൊരു ധാരണയിൽ ഉറഞ്ഞു തുള്ളുകയാണ്. ഈ അകത്തുള്ള വിഷം മുഴുവൻ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ദുരൂഹവൽക്കരിക്കുക, സംശയമുനയിൽ നിർത്തുക, പൈശാചികവൽക്കരിക്കുക, തല്ലിക്കൊല്ലുക, ഇതാണ് ഈ ഒരു പ്രോജക്റ്റാണ്. പക്ഷെ ഇത് തമാശ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം തുടക്കമിടുന്നത് CPM ആണെന്നുള്ളതാണ്. ഇപ്പോൾ ലവ് ജിഹാദിനെ കുറിച്ച് നമ്മളെടുത്താൽ അതിൻ്റെ റെഫറൻസ് എവിടെയാണ് പോകുന്നത്? VS അച്യുതാനന്ദനിലേക്കാണ്. നിങ്ങൾ ഉത്തരേന്ത്യയിലെ സംഗീത നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങളെല്ലാം എടുത്തു നോക്കൂ, അവരെല്ലാം VS അച്യുതാനന്ദനെ കോട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ ലവ് ജിഹാദ് ക്യാമ്പയിൻ നടത്തുന്നത്. ഇവിടെ കോഴിക്കോട് സിജി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. കരിയർ ഗൈഡൻസിന് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ട സ്ഥാപനമാണ്. അവർക്ക് വേറൊരു പരിപാടിയില്ല. അതേക്കുറിച്ച് എളമരം കരിയും പ്രസംഗിക്കുകയാണ്. അതെന്താണ്? തീവ്രവാദ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയുള്ള പരിപാടിയാണ്. ഉന്നത കലാലയങ്ങളിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുപോയി തീവ്രവാദ ചിന്ത ഉണ്ടാക്കി അത് ഗംഭീരമായ പ്രഭാഷണം നടത്തുകയാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ. തൊട്ടടുത്ത ആഴ്ച നമ്മൾ എന്താ കേൾക്കുന്നത്? ഡൽഹിയിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് ജിഹാദ് സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് അപ്പോയിൻമെൻറ്റ് ജിഹാദ് നടക്കുകയാണ്. അപ്പോൾ അവരുടെ റെഫറൻസ് ആരാണ്? CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള എളമരം കരീമാണ്. ഇതേപോലെ മോഹനൻ മാഷ് ഈ വ്യായാമത്തെയും ഈ നിലക്ക് ഭീകരവൽക്കരിക്കുകയാണ്. ഇപ്പോൾ അത് RSS ഏറ്റെടുത്ത് കഴിഞ്ഞു. ഈ ചാണക ചാനലുകൾ, ദേശീയ ചാനലുകൾ എന്ന് പറയുന്ന ചാണക ചാനലുകൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ചിലപ്പോൾ NIA വരും, പറഞ്ഞതാക്കും. ഇങ്ങനെ എല്ലാ സംഗതികളെയും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതെന്ന് തോന്നുന്നതോ ബന്ധപ്പെട്ടതെന്ന് തോന്നാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം ദുരൂഹവൽക്കരിക്കുക, ഭീകരവൽക്കരിക്കുക. എന്നിട്ട് ഈ പറയുന്ന ഒരുതരം ഉന്മാദം, ഒരുതരം അപസ്മാരബാധ, മുസ്ലിം ഭീതിയുടെ അപസ്മാരത്തിൻ്റെ ഒരു ജനകീയവൽക്കരണം, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഗോവിന്ദൻ മാഷ് മുതൽ മോഹനൻ മാഷ് വരെയുള്ള ആളുകൾ അതിങ്ങനെ ചിട്ടയോടെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് വോട്ട്, അടുത്ത 1-2 ഇലക്ഷനിൽ കുറച്ച് വോട്ട് അധികം കിട്ടുമെന്നല്ലാതെ ഈ സമൂഹത്തെ തകർക്കുന്നൊരു പരിപാടിയാണ്. ഇതിൽ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് വെച്ചാൽ നമുക്കറിയാം. ഇപ്പം മലബാറിൽ ഈ പറയുന്ന മെക്സവൻ മാത്രമല്ല, നിഷാ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഫുട്ബോൾ ടർഫുകൾ വ്യാപകമാണ്. നിങ്ങൾ കോട്ടയത്ത് തെക്കൻ ഭാഗത്ത് അത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? വേറെ നിലക്ക് അന്വേഷിക്കുക. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തോതിലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫോർമേഷൻ ഈ ഭാഗം നടക്കുന്നുണ്ട്. കാരണം ഒന്ന് അതിസമ്പന്ന വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു എക്സസൈസിന് പോകേണ്ട കാര്യമില്ല. അവർ വീട്ടിൽ ചിലപ്പോൾ ജിം ഉണ്ടാക്കാം. അധ്വാന വർഗത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇങ്ങനെ ഒരു രാവിലെ വ്യായാമം ചെയ്ത് ശരീരം പുഷ്ടിപ്പെടുത്തേണ്ട കാര്യമില്ല. അവരുടെ അധ്വാനം തന്നെ അവരുടെ ശരീരത്തെ പുഷ്ടിപ്പെടുന്നതാണ്. അപ്പോൾ അതിന് രണ്ടിനിടയിലുള്ള ഈ മിഡിൽ ക്ലാസ് വലിയ തോതിൽ ഇവിടെ ഫോം ചെയ്ത് വരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് മുക്കിന് ഫുട്ബോൾ ടർഫുകൾ വന്നത്. കഴിഞ്ഞ 2-3 വർഷം കൊണ്ടുണ്ടായൊരു പ്രതിഭാസമാണത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിഭാസമാണ് ഈ പറയുന്ന ഈ കൂട്ടവ്യായാമം എന്ന് പറയുന്നത്. അത് ദിനം ഓരോ സ്ഥലത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള ആരോഗ്യപരമോ സാമൂഹ്യശാസ്ത്രപരമോ ഒക്കെയുള്ള കാരണങ്ങളുണ്ടാകാം. പക്ഷേ ആ നിലക്കുള്ള എന്തെങ്കിലും ആലോചനകൾ നടത്തുക എന്നുള്ളതല്ല. ഇത് മുസ്ലിം കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത്. ഇതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല കേട്ടോ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൊണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പല പ്രദേശങ്ങളിലും CPMൻ്റെ ലോക്കൽ ഭാരവാഹികൾ വരെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ അത് വെച്ച് അങ്ങോട്ട് കാച്ചുക എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ ഒടുവിലുണ്ടായൊരു തമാശ വെച്ചാൽ CPMനൊപ്പം സഞ്ചരിക്കുന്ന കാന്തപുരം വിഭാഗം കൂടെ ഇതിൻ്റെ കൂടെ കൂടിയിരിക്കും. അതെന്തിനാണ് അവർ കൂടെ കൂടിയെന്നുള്ള അതിലും കൗതുകരമായുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ അവരുടെ ഒരു നേതാവ് പേരോട് അബ്ദുറഹ്മാൻ സഖാവി പ്രസംഗിക്കുന്നത് ഇതേക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം വെച്ചാൽ ഈ കാന്തപുരം വിഭാഗം വെച്ച് പുലർത്തുന്ന വിചിത്രമായൊരു സമീപനമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് സംഘടനകളിൽപ്പെട്ട ആളുകളോട് അവർ ഈ പുത്തൻ പ്രസ്ഥാനങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന സംഘടനപ്പെട്ട ആളുകളോട് സലാം പറയരുത് എന്നുള്ളതാണ്.
സലാം പറയരുത്, പറഞ്ഞ സലാം മടക്കരുത്. പക്ഷെ മനുഷ്യബന്ധങ്ങൾ ഏറ്റവും പ്രാഥമികമായ സംഗതിയാണ് അഭിവാദ്യം എന്ന് പറയുന്നത്. ഈ അഭിവാദനം പോലും പാടില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് അവർ. ഈ പറയുന്ന കൂട്ടായ്മയിൽ വരുമ്പോൾ ഇവരെല്ലാവരും അവിടെ മിങ്കിൾ ചെയ്യുന്നുണ്ട്, ഒത്തുചേരുന്നുണ്ട്. അവർ പരസ്പരം ഒരു ചിലപ്പോൾ കൈ കൊടുത്തും സലാം പറഞ്ഞും ഒക്കെയാണ് പിരിയുന്നത്. ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു 3 ക്ലാപ്പൊക്കെ അടിച്ച് പിരിയുന്നുണ്ട്, ചിലയിടത്ത് കൈ കൊടുത്ത് പിരിയുന്നുണ്ട്. അങ്ങനെ അല്ലാതെ ഉണ്ട്. പിന്നെ സ്ത്രീകളുടെ വലിയ വർദ്ധിച്ച സാന്നിധ്യമുണ്ട്. ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ കാന്തപുരം വിഭാഗത്തെ പ്രകോപിപ്പിക്കുന്നതെന്ന് അറിയില്ല. ഈ CPM ബാൻഡ് ബാഗയുടെ കൂടെ അവരും കൂടിയിട്ടുണ്ട്. എന്ന് തന്നെയാണ് നമ്മുടെ ഒരു സമൂഹത്തെക്കുറിച്ച്, നമ്മുടെ എന്താ പറയുക, സാമൂഹ്യ ഘടനയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര നിരാശ ഉണ്ടാക്കുന്ന സംഗതിയാണ്. CPM പോലുള്ളൊരു പ്രസ്ഥാനം ഇത്ര എന്താ പറയുക വഷളായ ക്യാമ്പയിനുകൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ദുരന്തം തന്നെയാണ്. രാജ്യം തോന്നുന്നു. അല്ല, ഇത് തളിപ്പറമ്പ് ഏരിയ സമ്മേളനത്തിലോ മറ്റുമാണ് മോഹൻ മാസ്റ്റർ ഇത് ഒരു മാസം മുമ്പ് പ്രസംഗിക്കുന്നത്. തളിപ്പറമ്പിലോ മറ്റാണ്, ഇവിടെ കോഴിക്കോട് ജില്ലയിൽ പോലും അല്ല. കോഴിക്കോട് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. നിങ്ങളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. യെസ്. അപ്പോൾ അന്നത് ആരൊക്കെ വാർത്ത ചെയ്തിരുന്നതിന് പുറത്ര ശ്രദ്ധ നേടിയില്ല. പക്ഷെ ഇത് ഇന്ന് നാഷണൽ മീഡിയയുടെ പോലും ശ്രദ്ധ നേടാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് അലി കിനാലൂർ എന്ന് പറയുന്ന SOSൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എഴുതിയൊരു പോസ്റ്റാണ്. അപ്പോൾ ആ പോസ്റ്റ് വന്നുകൂടി അതിൻ്റെ വേറൊരു തരത്തിൽ വാലിഡിറ്റി വരുവാണ്. അത് മുമ്പ് മോഹൻ മാസ്റ്റർ പറയുമ്പോൾ എന്താണ്, മോഹൻ മാസ്റ്റർ എല്ലാറ്റിനും പിന്നിൽ എന്നുള്ള അവരുടെ ആ സിദ്ധാന്തം ഉണ്ടല്ലോ, ആ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്, അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് എല്ലാവരും കരുതിയത്. ഈ മുഹമ്മദ് അലി കിനാലൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുമ്പോൾ അതിനൊരു വേറെ തരത്തിൽ ഇതിന് ഇൻസൈഡിൽ മുസ്ലിം സമുദായത്തിനകത്ത് ഇതിനെതിരെ ആരോ സംശയിക്കുന്നു. അപ്പോൾ ഇത് എന്തോ ഉണ്ട്. അപ്പോൾ ഇന്ന് ഒട്ടുമിക്ക ന്യൂസ് ചാനലുകളും ഇന്ന് രാവിലത്തെ അവരുടെ ഒരു ക്യാമ്പയിൻ മെക്സവന് എതിരെയോ മെക്സവനെ കുറിച്ചാണ്. അപ്പോൾ ഒരു ന്യൂസ് ചാനലിൻ്റെ എന്താണ് ഒരു ആങ്കർ, അതിൻ്റെ വളരെ പ്രശസ്തനായ ഒരു ആങ്കർ മറ്റൊരു ആങ്കറോട് ചോദിക്കുകയാണ്, ഇത് അങ്ങനെ അത്ര നിഷ്കളങ്കമാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, അതിനെക്കുറിച്ച് അന്വേഷണം വേണം, ഇത് അന്വേഷിക്കുന്നുണ്ടെന്നാണ്. അത് വളരെ ആധികാരികമായിട്ട് പറയണം, ഇതിനെപ്പറ്റി അന്വേഷിക്കണം. ഇപ്പോൾ മോഹൻ മാസ്റ്റർ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തെന്ന് പറയല്ലോ, വെറുതെ രാവിലെ ഇറങ്ങിയിട്ട് പോയി നോക്കിയാൽ മതി ഇതെന്താ അവിടെ നടക്കുന്നത്, ആരാണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ ഇതിന് സ്ഥാപകനായി പറയുന്ന എന്താണ് സലാഹുദ്ദീൻ ആരാണ്, അയാൾ പോയി ചോദിച്ചാൽ പോരെ നിങ്ങൾ ആരാണ്, നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടുകാരനാണോ. അപ്പോൾ ഇന്ന് വേറൊരു മാധ്യമപ്രവർത്തകൻ ഒരു പോസ്റ്റ് ഇട്ട് കണ്ടു, അയാൾ മുജാഹിദുകാരനാണ്, ഈ KNMൻ്റെയൊക്കെ പ്രവർത്തകനായ ഒരാളാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ ഇനി KNM ഭീകര സംഘടനയാണോ അറിയില്ല. ഇന്ന് മാധ്യമങ്ങളെല്ലാവരും രാവിലെ തന്നെ ഈ പലയിടത്ത് പോയിട്ട് ഇവരുടെ എക്സസൈസ് പകർത്തുന്നുണ്ട്. അപ്പോൾ ഒരു ചാനൽ ഇന്ന് കോഴിക്കോട് കടപ്പുറത്ത് നടന്ന പരിപാടിയിൽ വരുമ്പോൾ ആ ചാനലിൻ്റെ ഏറ്റവും വലിയ കൗതുകം, അപ്പോൾ അതിൻ്റെ ഒരു അംബാസഡർ എന്ന് പറയുന്ന ഒരാൾ പറയുന്നുണ്ട്, ഇതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും മതവിഭാഗങ്ങളിലും പെട്ട ആളുകളുണ്ട്, ഇതിൽ തന്നെ ഈ കൂട്ടത്തിൽ തന്നെ എല്ലാവരും ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു ശിവാനന്ദൻ SNDPയുടെ നേതാവാണെന്ന് പറഞ്ഞ ഒരാൾ കാണിക്കുകയാണ്. ശിവാനന്ദൻ പറയട്ടെ, അപ്പോൾ അദ്ദേഹം പറയട്ടെ ഇതിലെന്താണ് പ്രശ്നം, ഇതിലെല്ലാവരും ഉണ്ടല്ലോ എന്ന് പറയണം. ഇവരൊക്കെ ഇത് പറഞ്ഞാലും മാധ്യമങ്ങൾക്ക് പോലും ഇത് വിശ്വാസം വരുന്നില്ല, ഇതിന് മുന്നിൽ സംതിങ് എൽസ് ഉണ്ടെന്നാണ്. ഇപ്പോൾ മോഹൻ മാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ആ ശിവാനന്ദൻ അതിലില്ലെങ്കിൽ ഇത് പ്രശ്നമായി. യെസ്. അപ്പോൾ മോഹൻ മാസ്റ്റർ പറയുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിരുന്ന 2 പേർ ഇതിലെവിടെയോ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പങ്കെടുത്താൽ എന്താ പ്രശ്നം? ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ സംഘടന നിരോധിച്ചു. ഒരു സംഘടന നിരോധിച്ചു കഴിഞ്ഞാൽ, സംഘടന നിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ പുതിയ കാര്യമൊന്നുമല്ല. ഇവിടെ RSSനെ നിരോധിച്ചിട്ടുണ്ട് 2 പ്രാവശ്യം, 2-3 പ്രാവശ്യം. ആ 3 പ്രാവശ്യം ഇപ്പോൾ അവരൊക്കെ പോയി എന്ത് ചെയ്യുക, സൂയിസൈഡ് ചെയ്യുമായിരുന്നു. അവർ വേറെ ഒരു പണിക്കും പോകാതെ രാവിലെ കൂലിപ്പണിക്ക് പോവുക, തിരിച്ചു വീട്ടിലിരിക്കുക, ഒരു സാമൂഹിക പ്രവർത്തനം നടത്തില്ല. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു തന്നെ ഇരിക്കട്ടെ, അതിൽ മുമ്പ് പ്രവർത്തിച്ചിരുന്ന ആളുകൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇനി അവർക്കാർക്കും എക്സസൈസ് ചെയ്യാൻ പോകാൻ പറ്റില്ലേ? അങ്ങനെയാണല്ലോ അത് ചോദിക്കേണ്ടത്. ഇത് പോപ്പുലർ ഫ്രണ്ട് അല്ല, ഇത് ഞങ്ങളല്ല എന്ന് പറയുന്നതിന് പകരം ഇനി പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു, അതിൽ മുമ്പ് പ്രവർത്തിച്ചിരുന്ന ആളുകൾ എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. അങ്ങനെയാണല്ലോ തിരിച്ചു ചോദിക്കേണ്ടത്. അപ്പോൾ ഇത്രമാത്രം ഈ ഇസ്ലാമോഫോബിയുടെ ഏറ്റവും മോശം വേർഷൻ ഒന്നാണ് P. മോഹനൻ തുടക്കമിടുകയും മുഹമ്മദ് അലി കിനാലൂർ അഖിലേന്ത്യാ തലത്തിലേക്ക് പടർത്തുകയും ചെയ്ത ഈ മെക്സവനെ കുറിച്ചുള്ള പ്രചാരണത്തിലുള്ളത് എന്ന് പറയുമ്പോൾ കഷ്ടം തോന്നാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇനിയിപ്പോൾ NIA വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അന്വേഷണം വരുവാണെന്നിരിക്കട്ടെ, ഒരു അന്വേഷണത്തിൻ്റെ കീഴിൽ, ഒരു സ്കാനറിന് കീഴിലായി കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിൽ അവർക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ്. ഒരു അന്വേഷണം നടന്ന പ്രസ്ഥാനമാണ്. ഇപ്പോൾ 2 വട്ടം നിരോധിച്ച പ്രസ്ഥാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതുപോലെ ഒരു അന്വേഷണം നടന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് പിന്നെ നിരന്തരം ഈ തരത്തിലുള്ള സംശയവും ദുരൂഹതയും ഇളക്കി വിടും. ആളുകൾ വരാനും പഠിക്കും, അതാണ് എൻ്റെ പ്രശ്നം. പക്ഷേ ഞാൻ ഇന്ന് ഒരു ന്യൂസ് ചാനലിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് RV ബാബു അദ്ദേഹം പറയുന്നത്, അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു. മോഹൻ മാസ്റ്റർ പറയും പോലെയല്ല. അദ്ദേഹം പറയുന്നത് വെച്ചാൽ എല്ലാ ഭീകര പ്രസ്ഥാനങ്ങളും ഇങ്ങനെയൊക്കെയാണ് തുടങ്ങുക. പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയത് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ അവർ എന്തെങ്കിലും മതേതര മുഖമൊക്കെ ഉണ്ടാക്കും, അത് കഴിഞ്ഞാണ് അവർ അവരുടെ അജണ്ടയിലേക്ക് പോവുക. ഇതും അങ്ങനെയാണോ എന്ന് പരിശോധിക്കണം, അല്ലാതെ ഇവരൊക്കെ തീവ്രവാദികളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല എന്ന് RV ബാബു സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്. മോഹൻ മാസ്റ്റർക്ക് അതിനപ്പുറം കടന്ന് ഇതിന് പിന്നിൽ മറ്റവർ എന്ന സിദ്ധാന്തമാണ്.
ഇത് വളരെ അപകടകരമാണ്. ഇത് എത്രമാത്രം അപകടകരമാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ലക്ഷ്യമുണ്ട്, ഈ പ്രചാരണത്തിന് വലിയ ഒരു ലക്ഷ്യമുണ്ട്. അത് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങളേ ഉള്ളൂ. ഇതേ അജണ്ട നമ്മൾ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. എന്നാണ് 80-20. ഇപ്പോൾ ഇത് MEC 7 എന്നുള്ളതാണ്. പഞ്ചായത്തിൽ വോട്ട് കിട്ടാൻ ഇത് മാത്രമേ മാർഗമുള്ളൂ ഗോവിന്ദ മാസ്റ്റർ, ഇത് മാത്രമേ മാർഗമുള്ളൂ പി മോഹന എന്ന് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥയാണിത്. യെസ്, സമൂഹത്തിലെ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ഏതുതരം കൂട്ടായ്മയും സംശയത്തോടെ കാണാൻ ഒരു സമൂഹത്തെ ഒരുക്കുക, പഠിപ്പിക്കുക, അതിന് മുന്നിൽ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിൽക്കുക അങ്ങേയറ്റം അപകടമാണെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. നമുക്ക് നാളെ ഇരിക്കാം. നമസ്കാരം.